സാവിയുടെ പേരിൽ AIFF-ലേക്ക് പരിശീലകനാകാൻ അപേക്ഷ അയച്ചത് വിദ്യാർത്ഥിയെന്ന് വെളിപ്പെടുത്തൽ. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥി ChatGPTയുടെ സഹായത്തോടെയാണ് മെയിൽ അയച്ചതെന്ന് വെളിപ്പെടുത്തി. വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ആകെ നാണക്കേടായി. ഇന്ത്യൻ പരിശീലകൻ മനോലോ മാർക്കസിന് പകരക്കാരനെ കണ്ടെത്താൻ വേണ്ടിയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അപേക്ഷ ക്ഷണിച്ചത്. ഇതിഹാസ താരം സാവിയും മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗാർഡിയോളയും അപേക്ഷ സമർപ്പിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ ആദ്യം പ്രചരിച്ചത്. പിന്നാലെ വാർത്ത സ്ഥിരീകരിച്ച് AIFF ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ IM വിജയൻ എത്തിയതോടെ ഇന്ത്യൻ ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. എന്നാൽ സാവിയുടെ പേരിൽ AIFF-ലേക്ക് താനാണ് വ്യാജമെയിൽ അയച്ചതെന്നാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ബിരുദ വിദ്യാർത്ഥിയുടെ വാദം. വ്യാജമെയിലടക്കം പുറത്തുവിട്ടു. ChatGPTയുടെ സഹായത്തോടെ തമാശയ്ക്കായാണ് ഫുട്ബോൾ ഫെഡറേഷന് 2 തവണ സാവിയുടെ പേരിൽ വ്യാജമെയിൽ അയച്ചതെന്നാണ് 19-കാരൻ പറയുന്നത്. മെയിലിന്റെ ആധികാരികത പരിശോധിക്കാതെ വാർത്ത പുറത്തുവിട്ട ഫുട്ബോൾ ഫെഡറേഷനെ പരിഹസിക്കുകയാണ് വിദ്യാർത്ഥിയും. എന്തായാലും വിഷയം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് വലിയ നാണക്കേടായി. വിഷയം വിവാദമായതോടെ AIFF പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അപേക്ഷ വ്യാജമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ചുരുക്കപ്പട്ടികയിലെ 3 പേരിൽ നിന്ന് ഉടൻ കോച്ചിനെ പ്രഖ്യാപിക്കാനാണ് AIFF-ന്റെ നീക്കം. പുതിയ പരിശീലകരുടെ പട്ടികയിൽ ജംഷഡ്പൂർ FC കോച്ച് ഖാലിദ് ജമീലിനാണ് മുൻതൂക്കമെന്നാണ് റിപ്പോർട്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.